അൻസിബ ഇന്നൊരു ബ്രില്യന്റ് ഗെയിം കളിച്ചിട്ടുണ്ട്. നമുക്കറിയാം ജാസ്മിനും നോറയും ഒക്കെ ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിഡന്റ് ആയിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പോലും അവർക്ക് തന്നെ അറിയാൻ പറ്റും അത് തെറ്റാണെന്ന്, എന്നാൽ പോലും സമ്മതിച്ചു തരില്ല. അതിനെ ന്യായീകരിച്ച് പ്രേക്ഷകരെ എല്ലാം വെറുപ്പിക്കുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. പ്രത്യേകിച്ച് ജാസ്മിൻ ഒരൊറ്റ തെറ്റ് പോലും അക്സെപ്റ്റ് ചെയ്യില്ല. അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ വളരെ ഡിസ്റെസ്പെക്ട് ആയിട്ടാണ് അത് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർക്കെതിരെ പ്രതികരിക്കുക. നോറയാണെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ പോയി കരഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ച് പ്രേക്ഷകരെ വെറുപ്പിക്കും. സ്വാഭാവികമായിട്ടും രണ്ടുപേരും പ്രേക്ഷകരെ വെറുപ്പിക്കലാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് അൻസിബ ചെയ്തിട്ടുള്ളത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നോമിനേഷനിൽ നോറയെ വിളിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, രണ്ടുപേരിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നു. സമയം കഴിഞ്ഞാൽ രണ്ടുപേരും നോമിനേറ്റ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ സമയത്ത് നോറ അൻസിബയുടെ കുറ്റങ്ങൾ പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അൻസിബ അത് അക്സെപ്റ്റ് ചെയ്തു. അതായത് ശരി, ഞാൻ നോമിനേഷനിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. നോറ അവിടെ ഇല്ലാണ്ടായിട്ടുണ്ട്. കാരണം നോറ വിചാരിച്ചത് അൻസിബ ഓപ്പോസിറ്റ് ചെയ്യും, അപ്പൊ വീണ്ടും പോയിന്റുകൾ പറയാം, അങ്ങനെ സ്കോർ ചെയ്യാമെന്നാണ്. പക്ഷേ അൻസിബ വളരെ കൃത്യമായിട്ട് ഓക്കെ ഐ വിൽ അക്സെപ്റ്റ്, ഞാൻ നോമിനേഷനിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞ് നോറയ്ക്കൊരു അവസരം കൊടുത്തിട്ടില്ല, പ്രേക്ഷകരെ വെറുപ്പിച്ചിട്ടില്ല. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച അൻസിബയുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് എല്ലാവരും കണ്ടതാണ്. അതിനെ ന്യായീകരിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് വെറുപ്പ് കൂടുകയുള്ളൂ. ഇതാണ് വളരെ കൃത്യമായിട്ട് അൻസിബ ഉപയോഗിച്ചു എന്ന് പറയുന്നത്. അക്സെപ്റ്റ് ചെയ്തു, ഇപ്പൊ അൻസിബ പോസിറ്റീവ് ആകും. അതാണ് അവിടെ നടന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നോറ പവർ റൂമിലുള്ള ആളാണ്. നോറ അവിടെ നിന്ന് റിബലായിട്ട് കളിക്കാൻ ശ്രമിച്ചു എന്നിട്ട് പറയുന്നുണ്ട് ജാസ്മിനോട് ചെയ്തത് അൺഫെയർ ആണ്. പക്ഷെ നോറ ചെയ്തത് എന്താ? ജിൻഡോയെയാണ് ജയിലിലേക്ക് അയക്കാൻ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അതും അൺഫെയർ ആണ്. ജാസ്മിനെ കാട്ടിലും നന്നായിട്ട് ടാസ്ക് കളിച്ചിട്ടുള്ളത് ജിൻഡോയാണ്. അപ്പോ നോറയ്ക്ക് ഒരു അർഹത പോലും ഇല്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം. ആ നോറ കുറ്റപ്പെടുത്തുന്ന സമയത്ത് പോലും അൻസിബ അക്സെപ്റ്റ് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ബ്രില്യന്റ് ഗെയിം ആയിട്ട് തോന്നിയിട്ടുണ്ട്. പലരും പറയും നോറയ്ക്ക് മുമ്പിൽ അൻസിബക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളത്. അത് അട്ടർ ഫൂളിഷ്നെസ് ആണ്. കാരണം അൻസിബ കൃത്യമായിട്ട് പോയിന്റുകൾ പറയുന്ന ആളാണ്. ഇവിടെ ബുദ്ധിപരമായിട്ട് കളിച്ചു, നോറയ്ക്ക് അവസരം കൊടുത്തില്ല. നോറ അവിടെ വീണ്ടും നെഗറ്റീവ് ആവുകയാണ്. കാരണം നോറ അത്ര ബ്രില്യന്റ് ആയിട്ടൊന്നല്ല കഴിഞ്ഞ ആഴ്ച കളിച്ചിട്ടുള്ളത്. ഡ്രാമ കളിച്ചു, സാബുവിന്റെ അടുത്തുനിന്നും ശ്വേതാ മേനോന്റെ അടുത്തുനിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി പ്ലേറ്റ് മറിക്കാൻ നോക്കി, കൂടെ നിന്ന് ചതിക്കാൻ നോക്കി. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും അൺഫെയർ ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണ് നോറയും എടുത്തിട്ടുള്ളത്. അത് ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് എല്ലാ എപ്പിസോഡിലും കാണുന്നതാണ്. ഏതായാലും ഇന്ന് അൻസിബ ബ്രില്യന്റ് ആയിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.